ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ എത്ര നാളാവുമല്ലേ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു മാസമല്ല, ഒരു 1.25 മാസത്തോളം ആവും നമ്മൾ കണ്ടിട്ട്. എനിക്ക് പല്ല് വയ്യാതായി മുഖത്ത് നീരൊക്കെ ആയതിനു ശേഷം നമ്മൾ വീഡിയോ ഇട്ട് കണ്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ എടുത്തു വച്ചിരുന്ന 1-2 ഷോർട്ട് വീഡിയോയും ഒരു വീഡിയോയും ഒക്കെ ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പം എൻ്റെ പല്ലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പല്ലെടുത്ത് ആദ്യം കടയ്ക്കൽ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പം അതിന് മുമ്പേ ആയിട്ട് പല്ലിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ സുഖവിവരം തിരക്കാതെ ഞാൻ കയറി വീഡിയോ അങ്ങിട്ടാലോ. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാനും ഒരുവിധം കുഴപ്പമില്ലാതെ ഒരു പരുവത്തിലിങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം എല്ലാവരും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ അല്ലേ? എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസവും നേരം വെളുത്ത് ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്രത്തിൽ നോക്കിയാലും TV വെച്ചാലും മൊബൈൽ ഓണാക്കിയാലും നമ്മൾ കാണുന്ന ഒരേ ന്യൂസെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പോലുള്ള മോനെക്കുറിച്ചായാലും മോളെക്കുറിച്ചായാലും നമ്മളെ മക്കളെക്കുറിച്ചുള്ള ഓരോ മക്കളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കിട്ടിയിരിക്കുന്നത് ഗ്രീഷ്മയുടെ തൂക്കുകയറിനെ കുറിച്ചാണ്. എന്ത് സന്തോഷമാണെന്നറിയാമോ എനിക്ക് എന്ന് പറഞ്ഞാൽ. ഞാനങ്ങനെ ഇപ്പം വയ്യാതിരുന്നത് കൊണ്ട് കൂടുതൽ ഞാൻ ഈ വാർത്തകളും ഇതെല്ലാം ഞാൻ കാണുമായിരുന്നു. നമുക്ക് കൂടുതൽ ജോലിയൊക്കെ ആയിരിക്കുമ്പം നമുക്ക് കൂടുതലങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരിതില്ലായിരുന്നു. ഇപ്പം ഞാൻ കൂടുതലായിട്ട് യൂട്യൂബിലെ വീഡിയോയും അങ്ങനെയൊക്കെ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുമായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അപ്പം ഇന്ത്യൻ ശിക്ഷാ വിധിപ്രകാരം കിട്ടേണ്ട എന്ന് പറഞ്ഞാൽ അവളെ തൂക്കിക്കൊല്ലുക തന്നെ വേണമായിരുന്നു. അവൾക്ക് തൂക്കുകയറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇങ്ങേറ്റത്തെ ഇത്. ഇപ്പം അവൾക്ക് വധശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ആ മോനെ ഇവൾ കൊല ചെയ്യാനായിട്ട് ചെയ്തിട്ടും ആ മോൻ 11 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും ഇവൾ ചെയ്തതെല്ലാം ആ മോനറിയാം. മോനതെല്ലാം റെക്കോർഡിങ് വീഡിയോ പിടിച്ചിരിക്കുകയാണ്. അവളടുത്ത് പറയുന്നുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്യുകയാണെന്ന് വരെ പറഞ്ഞിട്ട് ആ രാക്ഷസി മോള് അവൾക്കൊരു മിലിറ്ററിക്കാരൻ്റെ ആലോചന വന്നതോടുകൂടി ഇവനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നമ്മൾ ഒരുപാട് കാലം മറിഞ്ഞ കാലം. നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതും മക്കൾ സംസാരിക്കുന്നതൊക്കെ കേട്ടാൽ നമ്മൾ അന്തം വിട്ട് പോകുന്നു. നമ്മളെ മക്കളെ വളർത്തിയ ഒരു ജീവിത രീതി. എനിക്ക് ഒരു മോളും എനിക്കൊരു മോനും ഉണ്ട്. എൻ്റെ മക്കളെ 2 പേരെയും നല്ല രീതിക്ക് തന്നെയാണ് എൻ്റെ മക്കളെ വളർത്തിയത്. കാര്യം എനിക്ക് തലയെടുപ്പോടുകൂടി തന്നെ എൻ്റെ മക്കളെ വളർത്തിയ കാര്യം എനിക്ക് പറയാം. കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ അങ്ങനെ വേറൊരു രീതിക്ക് ഞാൻ ഇതാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ മോളെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ 4.5 വർഷം ഞാൻ ചാണപ്പാറയിരുന്നു കച്ചവടമായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. ഓരോരുത്തരും വന്ന് എൻ്റെ മോളെ കാര്യം പറയുമ്പം, എൻ്റെ മക്കളെ കാര്യം പറയുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു. അല്ലെങ്കിൽ നിൻ്റെ മോളല്ലേ എന്നെ വീട്ടിൽ കൊണ്ടുവന്നത് എന്നുള്ളത് ആരും ചോദിച്ചെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാലും എന്നേ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് എൻ്റെ മോളെ എൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി എന്ന് വിചാരിച്ച് എനിക്കൊരു പഴി ഇന്ന് വരെ മോളെ അമ്മാവിയുടെ കയ്യിൽ നിന്നോ മോളെ അമ്മാവൻ്റെ കയ്യിൽ നിന്നോ മോളെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ എനിക്ക് ഇന്ന് വരെ കേൾക്കേണ്ട ഒരിത്, നിങ്ങളെന്നാലും ആ മോളെ അങ്ങനെ വളർത്തി വിട്ടല്ലോ എന്നെനിക്ക് കേൾക്കേണ്ട ഒരിത് വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലം മറിഞ്ഞ കാലം.
എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് സകല സപ്പോർട്ടും ചെയ്തേക്കുന്നത് ഈ അമ്മയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മാമനും. അതല്ലേ ഇത്രയും അമ്മയും അച്ഛനും മാമനും ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്ന് ഇത്രയും ഒരു പെൺകുട്ടിക്ക് അവൾ സ്നേഹിച്ച് ഇത്രയും നാൾ അവനെ എങ്ങനെയെല്ലാം ഇതാക്കാൻ പറ്റുമോ, അവനെ ഏതെല്ലാം രീതിക്ക് ഇതാക്കാൻ പറ്റുമോ, ആ പെറ്റി വളർത്തിയ അമ്മ കരഞ്ഞ് വിളിക്കുന്ന ഓരോ വാക്കിലും അവരെ കണ്ണിന്ന് ചൊരിയുന്നത് കണ്ണുനീരല്ല, രക്തമാണ്. അവരെ കണ്ണിന്ന് ഓരോ തുള്ളിയും വീഴുന്നത് കണ്ണുനീരല്ല, രക്തമാണ്. കാര്യം ഇന്ന് ഓരോ പെൺകുട്ടികളെ കഷ്ടപ്പെട്ട പെൺകുട്ടികളെന്നല്ല, ഓരോ സ്ഥലത്തും ഓരോ ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവരെ നമ്മുടെ സങ്കല്പത്തിലായിരിക്കും നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ അവർ വലുതായി വരുമ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഓരോ രീതിക്കനുസരിച്ച് അവർക്കൊരു നല്ല ഭാവിയുള്ളതാണ്. പക്ഷേ അവരുടെ ഇതനുസരിച്ച് അവരങ്ങ് മാറിപ്പോവുകയാണ്. ഒരേ സ്ഥലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം ആർക്കും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നതിനോട് വളരെ വളരെ ഇഷ്ടക്കുറവാണ്. ഇപ്പോൾ ഉള്ള പെൺകുട്ടിയൊക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് പുറത്തു പോയി പഠിച്ച് എങ്ങനെയെങ്കിലും ഇതായി വരിക, എന്നിട്ട് അവർക്ക് വെളിനാട്ടിലോട്ട് ജോലിക്ക് പോവുക, അവിടെ സെറ്റിലാവുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്കും. അങ്ങനെയുള്ളൊരു മനോഭാവമാണ് ഇപ്പോൾ ഉള്ളവർക്കെല്ലാം. ഒരുപാട് കാലം മറിഞ്ഞ കാലമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരിക്കലും ഇനി അവളെ ജീവിക്കാൻ അനുവദിക്കരുത്. പെണ്ണെന്ന് പറയുന്നൊരു വർഗത്തിന് അവൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ത്രീ വർഗത്തിന് അവളൊരു അപമാനമാണ്. ഇനി അത്രയ്ക്ക് ഒരു വലിയൊരു തെറ്റാണ് ആ പൊന്നുമോനെ അവൾ കൊന്നത്. പൊന്നുമോനെന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും അവരെന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ആ പൊന്നുമോനെ വളർത്തിയത്. ആ പൊന്നുമോനെ വളർത്തിയതിൻ്റെ ഇതല്ല, ആ മകൻ്റെ ഓരോ ഓർമ്മകളും നമുക്ക് നമ്മുടെ വയസ്സായ അമ്മ മരണപ്പെടുമ്പോഴും നമുക്കുള്ള ഓരോ ഇതും നമുക്ക് ആ ഒരു നമ്മുടെ മക്കൾ, നമ്മുടെ സ്വത്തെന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആ ഒരു ചിന്ത ഉള്ള നമ്മൾ എന്തുമാത്രം സ്വപ്നം കണ്ടായിരിക്കും ആ അമ്മയും അച്ഛനും ആ മോൻ്റെ അല്ലേ. അപ്പം ഇവക്ക് അവൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് ഇതായി. അതിന് സപ്പോർട്ടായിട്ട് ആ അമ്മയും. മക്കളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഒരുപാട് ആ അമ്മ കടന്ന് കരയുന്നതും അതാണ്. അമ്മയും അച്ഛനും പറയുന്നല്ലോ, കേസ് ഇതിൻ്റെ വിധി കേട്ടതിന് ശേഷം ഇനി അവർ അടുത്ത ഇതിലേക്ക് പോവാം, എങ്ങനെയാണ് വിധി വരുന്നതെന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഇതിലേക്ക് പോകുമെന്നുള്ളത് അവർ പറയുന്നുണ്ട്. കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അമ്മയ്ക്ക് ശിക്ഷ മേടിച്ച്, സിന്ധുകുമാരിക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കുക തന്നെ വേണം. അമ്മമാരാണ് പെൺമക്കളെ പാടിക്കളയുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരിത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അമ്മാവന് 3 വർഷം കഠിന തടവാണ് കിട്ടിയിരിക്കുന്നത്. ഒരു മിലിറ്ററിക്കാരൻ്റെ ആലോചന വന്നപ്പോഴത്തേക്ക് അവൾ ഇത്രയും വർഷം സ്നേഹിച്ച അവനെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ ഉള്ള പിള്ളേർക്കെല്ലാം മോനായാലും മോക്കായാലും പെൺപിള്ളേർക്ക് ഭയങ്കര കഴിവാണ്. അവർ ജനിച്ച് വീഴുമ്പോഴേ അവർക്ക് എന്തോ ഒരു പ്രത്യേക കഴിവും കൊണ്ടാണ് കടന്നു വരുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ പറഞ്ഞ കണക്ക് ആ ശിക്ഷ കിട്ടിയെന്നറിഞ്ഞതിൽ. കാര്യം അതിൻ്റെ വാർത്തകളെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ആ അച്ഛനും അമ്മയ്ക്കും അവരെ കരച്ചിലും ഇതും കാണുമ്പോഴുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം 1.25 മാസമായി എൻ്റെ ഒരു പല്ലിൻ്റെ പ്രശ്നത്താൽ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം
ആണ്ടോ. ആദ്യം കടയ്ക്കൽ അതിൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റാണ് മെഡിക്കൽ കോളേജിൽ 2 ദിവസം പോയി. അതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ പോണ പൈസ പോരെ. 2 പേര് മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം പോയി. അപ്പോൾ ഇതിന് ആദ്യം കടയ്ക്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് എക്സ്റേയും എടുത്തു, ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് എനിക്ക് മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് കുറഞ്ഞ് ഞാൻ പോയില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, എൻ്റെ എല്ലാ അസുഖങ്ങൾക്കും കാരണങ്ങൾ അങ്ങനെയാണ്. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പം പല്ലുവേദന കടുത്തപ്പം എക്സ്റേയും എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം നോക്കിയപ്പം ഡോക്ടർ ഫസ്റ്റിൽ എന്നെ എടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ വേരുകൾക്കൊന്നും ഒരു ചലനവും വന്നിട്ടില്ല, നല്ല ഉറപ്പോടുകൂടിയിരിക്കുന്ന പല്ലാണ്, റൂട്ട് കനാൽ ചെയ്താൽ മതി, മെഡിക്കൽ കോളേജിലേക്ക് തുണ്ട് തരാമെന്ന് പറഞ്ഞാണ് മെഡിക്കലിലേക്ക് തുണ്ട് തന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് അപ്പം ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 5 ദിവസം തികച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ച് രാവിലെ 8:30 മണിക്ക് ഫുഡും കഴിച്ച് കൂട്ടിന് ആളിനെയും കൊണ്ട് എല്ലാം പറഞ്ഞു. പല്ലെടുക്കാനായിട്ട് ചെന്ന് ചെയറിലിരിക്കുന്നു. BP നോക്കിയാന്ന് ചോദിച്ചു. BP നോക്കിയില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പം എനിക്ക് ഹൈ BP പല്ലെടുത്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് വരെയും BP ഇല്ലാത്ത ഒരാളാണ്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു പേടി സ്വപ്നമൊന്നും വരേണ്ട ആളല്ല. കാര്യം എനിക്ക് ഓപ്പറേഷനൊക്കെ ഒത്തിരി ഓപ്പറേഷനും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. കാര്യം 2 സിസേറിയനായിരുന്നു. പിന്നെ മൂക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതൊരു ചെറിയൊരു DNC പോലൊരു ചെറിയൊരു യൂട്രസ് സംബന്ധമായിട്ടൊരു ചെറിയ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇതാക്കേണ്ട ഒരാളല്ല ഞാൻ, അങ്ങനെ ഇതാകുന്ന ഒരാളുമല്ല. എന്ത് സംഭവിച്ചു, അവർക്കുള്ള BP അപ്പാരറ്റ്സിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം എന്നിട്ട് മെഡിക്കൽ OPയിലേക്ക് അവർ തുണ്ടും തന്നു. അപ്പം ഞാൻ വിചാരിച്ചു മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ പോയിരുന്ന് അവിടെ ഒരുപാട് സമയം ഇരുന്ന് അവിടെ പല പനിക്കാറും ഇരുന്ന് അവിടെ നിന്ന് തന്നെ മണിക്കൂർ കണക്കിലിരുന്നെങ്കിലേ മെഡിക്കൽ OPയിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവർ റെഡിയാക്കിയിട്ടേ ഇനി അവർ പല്ലെടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും 5 കടയ്ക്കൽ വന്ന് അന്ന് അവർ എന്തായാലും പല്ലെടുക്കൂല എന്നുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിൽ കാണിക്കുന്നതല്ലേ നല്ലതാണ്. അങ്ങനെ കടയ്ക്കൽ വന്നു. നമ്മൾ സാധാരണ കാണിക്കുന്ന ഞാനും മോളും കൂടി നമ്മൾ സാധാരണ കാണിക്കുന്ന ഡോക്ടർ അവിടെ പോയി. ഇന്ന കാര്യം കൊണ്ടാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നാസർ ഡോക്ടർ അവിടെ പോകുന്നു. BP നോക്കുമ്പോഴത്തേക്ക് 120/80. 120 ഉള്ളൂ, സാധാ നോർമൽ BPയേ ഉള്ളൂ. ഒരത്ഭുതം. അതാണ് പറഞ്ഞത്, ഇല്ല പാവി ചെല്ലുന്നിടം പാതാളം എന്നൊരു ചെല്ലുണ്ടല്ലോ, അതാണ് എനിക്ക് സംഭവിച്ചത്. അങ്ങനെ അവിടെ അങ്ങനെ അത് അവസാനിച്ചു. പല്ലുവേദന അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാത്രി ഉറക്കമില്ല, സഹിക്കാൻ വയ്യാത്ത വേദന, എന്ത് വേദനയും സഹിക്കാം, പല്ലുവേദന വന്നാൽ സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് വരാത്തൊരസുഖം 1.5 വർഷം കൊണ്ട് ഞാൻ ഈ പല്ലിൻ്റെ ഒരു ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്ത് കഴിച്ചാലും ഒരു ചോറോ എന്തായാലും അതിനകത്തിറങ്ങിയിരിക്കും. ഇനി ഒരു പല്ലുണ്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വിടണം. അങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ കൊണ്ട് നടന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നേക്കാളും ആ പൈസ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മോള് പല്ലി കമ്പിയിടാൻ പോയടുത്ത് പോകാമെന്ന് പറഞ്ഞ് മോളെ കൂടെ ഞാനും കൂടി ഇതിൽ തന്നെ അവളെന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കണ്ടു. ദന്തലിൻ്റെ മെയിൻ ഡോക്ടറില്ലായിരുന്നു, അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അവർ എക്സ്റേ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇത്രയും നല്ല അതും കടാപ്പല്ല്, ഫുഡൊക്കെ കഴിക്കാൻ നല്ല കടാപ്പല്ലാണ് കവിളിൻ്റെ ഇവിടെ ഉള്ള വലിയ പല്ലാണ്, അതെടുത്ത് ഇത്രയും നല്ല ഇതായിട്ടിരിക്കുന്ന പല്ല് എന്തിനമ്മ എടുത്ത് കളയുന്നേ? എടുത്ത് കളയണ്ട, നമുക്ക് അത് റൂട്ട് കനാൽ ചെയ്താൽ മതി. എന്നിട്ട് കാണിച്ചു തന്നു. പോട് ഇങ്ങനെയാണ് എന്നുള്ളൊരിതിൽ പറഞ്ഞ് അത് അത്രത്തോളം ഇതായിട്ടില്ല, വേര് നല്ല ഇതായിട്ടിരിക്കുന്ന പല്ലാണെന്ന് പറഞ്ഞു. അങ്ങനെ 3-ൻ്റെ അന്ന് റൂട്ട് കനാൽ ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വൈകിട്ടായപ്പം ഡോക്ടർ അവിടുത്തെ ഡോക്ടർ എന്നെ വിളിക്കുന്നു. അമ്മയ്ക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പല്ലിൻ്റെ സൈഡിനായിട്ടാണ് അമ്മയെ പോട് വന്നിരിക്കുന്നത്, ഇന്ന കണക്കാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അങ്ങനെ 3-ൻ്റെ അന്ന് ഞാൻ ചെല്ലുന്നു. പല്ലെടുക്കാനായി അത് റൂട്ട് കനാൽ ചെയ്യാനായിട്ട് കയറ്റിയിരുത്തുന്നു. കയറ്റിയിരുത്തി റൂട്ട് കനാൽ ചെയ്യാനായിട്ട് ചെയ്ത് ഒരു ശകലം ചെയ്ത് താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ മോണ പോഡിലേക്ക് വളർന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പം 1.5 വർഷമായല്ലോ ഈ പോഡ് വന്നിട്ട്. അതിന് മുന്നേ അതായിട്ടുണ്ട്. അപ്പോൾ ആ പോഡിലേക്ക് മോണ വളർന്നിറങ്ങി. നമ്മൾ എന്തസുഖം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ അങ്ങേറ്റമായി നമ്മൾ ഇറങ്ങാറുള്ളൂ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇത്. അങ്ങനെ ആ മോണ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെങ്കിൽ ഈ അതിലേക്ക് വളർന്നിറങ്ങിയിരിക്കുന്ന ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ റൂട്ട് കനാൽ ചെയ്യാൻ താഴോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഒരു ശകലം ഒന്ന് ഇതാക്കാൻ ഒരുങ്ങിയപ്പം ബ്ലീഡിങ് ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ വെച്ചത് നിർത്തിയിട്ട്, അല്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞ് പകുതി ഇന്ന് ചെയ്യും, പകുതി ബാക്കി 3 ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ ഇന്നെല്ലാം ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ഒരു റൂട്ട് കനാലിന് ഇത്ര രൂപ എമൗണ്ട് ആണെന്നും പൈസയും മൊത്തത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പൈസ മൊത്തത്തിൽ ഇതിൻ്റെ കാണില്ല, അങ്ങ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനെ. അപ്പോൾ ഒരു റൂട്ട് കനാലിന് എത്ര രൂപയാവും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പകുതി പൈസ അന്ന് കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ പകുതി റൂട്ട് കനാൽ ചെയ്തു, പകുതി പൈസയും നമ്മളെ കൊടുത്തു. ഇനി വീട്ടിൽ വരുന്നു. വന്ന് പിറ്റേന്ന് രാവിലെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് കാലത്തായപ്പോഴത്തേക്ക് നല്ല രീതിക്ക് അങ്ങ് സൈഡിലങ്ങ് നീരങ്ങ് തൂങ്ങി, അങ്ങ് മൊണ്ടി നീര് പോലെ അങ്ങായി. വേദനയാണെങ്കിൽ സഹിക്കാൻ പറ്റാതായി. അങ്ങനെ ഡോക്ടർ എന്നെ മെനക്കെട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യമെങ്കിലും വിളിക്കും. പിന്നെ സിസ്റ്ററും എന്നെ വിളിച്ച് ഇങ്ങനെ കൺഫേം ചെയ്തുകൊണ്ടിരിക്കും, എങ്ങനെ ഉണ്ടമ്മ എന്നുള്ള എല്ലാം വിളിച്ച് തിരക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അപ്പോഴപ്പോഴും ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുമായിരുന്നു, വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ വേദന സഹിക്കാൻ വയ്യാന്നായപ്പോഴത്തേക്ക് എന്നോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അമ്മ ഇനി വന്നേ പറ്റൂ, അമ്മ എനിക്ക് നേരിട്ട് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്കിത് വെച്ചുകൊണ്ടിരിക്കേണ്ട, പല്ലങ്ങ് എടുത്ത് മാറ്റിയാൽ മതി എന്നുള്ള ഇത്. അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു വേരിൽ നിന്നവർക്കൊരു ശകലം പഴുപ്പ് പോലൊരു ഇത് കിട്ടി. അത് അവരപ്പോഴും തന്നെ നല്ല ഇതുകൊണ്ടാണെന്നറിയാൻ വേണ്ടി അവർ അയക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഇവർ പിന്നെ റൂട്ട് കനാൽ ചെയ്ത് വെച്ചിരുന്നതെടുത്ത് മാറ്റി. അപ്പോഴും തന്നെ അതെല്ലാം എടുത്തങ്ങ് മാറ്റിയപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി. ഈ 3 ദിവസം എടുത്ത് മാറ്റിയപ്പോൾ തന്നെ അവർക്കൊരു നല്ല ഒരു സ്മെല്ല് എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതിനെന്തോ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഒരു ക്രിട്ടിക്കൽ ഇതായിരുന്നു, ഒത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള ഒരിതായിരുന്നു. അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല, ഒരു പല്ലുവേദനയിലൂടെ ഞാനിനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ അതെടുത്തങ്ങ് മാറ്റിയതിന് ശേഷം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അസീസിയ എന്ന് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു, കൊട്ടാരക്കര ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു, കാരേറ്റൊരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. അതേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അത് മാറ്റി, ഇതിപ്പം സർജനാണ് പല്ലെടുക്കാനുള്ള, ഇതൊരു ക്ലിനിക്കാണ്, ദന്തൽ ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അമ്മേനെ റെഫർ ചെയ്യാം. അല്ല അത് ആ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കിടന്ന് അഡ്മിറ്റായി, അമ്മയ്ക്ക് അന്നിങ്ങനെ BP ഒരു വന്നല്ല. അപ്പോൾ ഒരു പക്ഷേ എടുക്കുന്ന സമയത്ത് അങ്ങനെ അമ്മയ്ക്ക് BP കയറി വരികയോ ബ്ലീഡിങ് ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. അതുകൊണ്ട് അമ്മയെ അങ്ങനെ ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ്, അപ്പോഴും ഞാൻ എല്ലാം കൂടി ആലോചിച്ച് ഞാൻ പറഞ്ഞു പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിഷമം ഇതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തമ്മേ പോകാൻ വേറെ? ഞാൻ പറഞ്ഞ് ഗോകുലത്തിൽ ഞാനൊന്ന് തിരക്കി നോക്കട്ടെ അമ്മേ, അവിടെ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിനി വീട്ടിൽ വന്ന് നിർത്തി ഞാൻ ആലോചിച്ചു, അഡ്മിറ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പല്ലെടുപ്പിനവരെ അഡ്മിറ്റ് ആക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാം അവർ ചെല്ലുമ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കും, ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യിക്കും, അങ്ങനെ ഇങ്ങനെ എല്ലാ ഇതാണ്.
സർജൻ ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ ഒത്തിരി പൈസയാവും. അങ്ങനെ രാത്രി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ്, അപ്പം അല്ലാതെ അവരൊക്കെ ചെറിയ ചെറിയ കേസുകളൊക്കെ വരുന്നതെല്ലാം പിന്നെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സർജറി ചെയ്തെടുക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇങ്ങനെ BP പ്രശ്നമൊന്നും വരാതെ സാധാരണ ഉള്ള ഇതിലും പിന്നെ ഒത്തിരി വലിയ പ്രശ്നങ്ങളുള്ള ചില ഇതിനൊക്കെ അവർക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടറെ സർജനെ വരുത്തി വേറെ പ്രശ്നങ്ങളൊന്നും വരാത്തത് അവർ സർജനെ വരുത്തി ചെയ്യുന്ന ഒരു ഇതുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാനിനി വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വേറെ ഒരു കുഴപ്പവും വരില്ല, ഡോക്ടറെ ക്ലിനിക്കിൽ വെച്ച് തന്നെ എനിക്ക് ഇത് ചെയ്തു തന്നാൽ മതി, ഡോക്ടറെ വരുത്തി എനിക്ക് ചെയ്തു തന്നാൽ മതി, അമ്മേ അത് വേണ്ട അമ്മേ, റിസ്ക് എടുക്കണ്ട അമ്മേ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഹോസ്പിറ്റലിൽ പോയി നമ്മളിവിടെ നിന്ന് അഡ്മിറ്റ് ആവാനായിട്ട് പോകണം, കൂടെ ആളിന് വേണം, നിൽക്കാൻ വേണം, വീട്ടിൽ ആളില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇല്ല ഡോക്ടർ എനിക്ക് ഒന്നും വരത്തില്ല, ഡോക്ടർ ധൈര്യമായിട്ട് ഡോക്ടറെ വിളിച്ചോ, എനിക്ക് ഇതൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. രാത്രി വരെയും 9:30 മണിയായിട്ടും ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു. പിറ്റേന്ന് ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ എന്നെ കാണുന്നത് വരെ ഡോക്ടർക്ക് അത്രയ്ക്ക് സ്നേഹമുള്ളൊരു ഡോക്ടറായിരുന്നു. എൻ്റെ മാളുവിൻ്റെ പ്രായമൊന്നുമില്ല. അങ്ങനെ ആ ഡോക്ടറെ വിളിച്ച് ആ ഡോക്ടർ വന്നു. എല്ലാം റെഡിയാക്കിയിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കിയിരുന്നു. ഡോക്ടർ വരണ താമസം മാത്രമേ ഉള്ളായിരുന്നു. ഇവർ ഡ്രസ്സൊക്കെ മാറി പച്ച ഇതൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നെ മയക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഡോക്ടർ വന്നതിന് ശേഷം വീണ്ടും അവർ ഇഞ്ചക്ഷൻ എടുത്ത് മയക്കാനുള്ള ഇത് ചെയ്തു. പല്ലെടുത്തപ്പോഴത്തേക്ക് അത്രയും ഈ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് മയക്കാനുള്ള 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടും എനിക്ക് മയങ്ങുന്നില്ലായിരുന്നു. അല്ലാതെ മരവിക്കുന്നില്ലായിരുന്നു. മരവിക്കാത്തത് കൊണ്ട് ഇവർക്ക് ഒരു ഇതുണ്ട്, അതെന്തോ അങ്ങനെ മരവിക്കാത്തത് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഈ പല്ലെടുത്ത സമയത്തും പല്ലെടുത്തപ്പോൾ എനിക്ക് അറിയാം, ഞാൻ അങ്ങനെ എന്ന് വിളിച്ചു. അപ്പോൾ ഈ പല്ല് അത്രയ്ക്ക് നല്ല ഉറപ്പിലാണ് എനിക്കിരുന്നത്. പല്ലെടുത്ത് നിറ്റി എനിക്കൊന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചു തന്നു. അമ്മേരെ പല്ല് കാണട്ടെ എന്നാ വന്ന ഡോക്ടറാണ്. എൻ്റെ മോൻ്റെ പ്രായം വരും. അമ്മേരെ പല്ല് കണ്ടോ എന്ന് ചോദിച്ചിട്ട് വലിയ നീണ്ട പല്ല്, ഒരുപാട് നീളമുള്ള പല്ലായിരുന്നു. ഒരു പല്ല് കാരണം ഞാൻ അനുഭവിച്ച ഒരു വേദനയെന്ന് പറഞ്ഞാലുണ്ടല്ല. ഞാൻ ഇതിലിട്ട് തരാം. ഞാൻ നീരോടുകൂടി ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് എൻ്റെ തയ്യലെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒത്തിരി തയ്യലുണ്ടായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സർജറി ചെയ്തു അതെടുത്തു. ദൈവഭാഗ്യം, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാൻ നല്ലതല്ലാതെ ഒരു ദ്രോഹവും ഞാൻ ഇന്ന് വരെ ആർക്കും ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് ഡോക്ടർ എടുത്തു. ഞാൻ കണ്ണിറുവ അടച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, അമ്മ കണ്ണ് തുറയേ. ഞാൻ കണ്ണിറുവ അടച്ചിരുന്നു. അപ്പം മറ്റേ ഇതിൻ്റെ ആ മരവിപ്പ് അങ്ങ് എന്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അത് തന്നെ അവിടെ ഇരുത്തി കുറച്ച് നേരം അവിടെ ഇരുത്തിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഒരിതിൽ തന്നെ ആട്ടോ പറഞ്ഞ് മോളും ഞാനും ഉണ്ടായിരുന്നു. അപ്പം മോള് താഴെ പോയി ഒരു സ്കൂട്ടർ ഇറങ്ങിപ്പോയി ആട്ടോ വിളിച്ച് അങ്ങനെ ഇനി വീട്ടിൽ വന്നു. മോൾക്ക് എപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റുമോ? മരുമോനും ഉണ്ട്, എല്ലാം കൂടെ അങ്ങനെ എന്തായാലും ഇവിടം വരെ എത്തി. തിങ്കളാഴ്ച അന്ന് തയ്യലെടുക്കാൻ 8 ദിവസമായി തിങ്കളാഴ്ചയായിരുന്നു. 8 അന്ന് പോയി തയ്യലെടുത്തു. അന്നൊരു കല്യാണത്തിനും കൂടി. തയ്യലെടുത്തപ്പോഴത്തേക്ക് വീണ്ടും അവരത് മരവിപ്പിച്ചിട്ടാണ് തയ്യലെടുത്തപ്പോൾ പറഞ്ഞ്, അമ്മയെ ഒരു തയ്യലും ഒന്നും പൊട്ടിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. ദൈവം ഇതാക്കിയാൽ മതി, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. അന്ന് അങ്ങനെ ഒരു ഗാഗോയിൽ വെച്ച്
നമ്മളെ വേണ്ടപ്പെട്ട നമ്മുടെ ഇവിടെ എല്ലാ കാര്യത്തിനും വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കല്യാണത്തിനും പങ്കെടുത്തു തിങ്കളാഴ്ച ഇരുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇത് കാരണമാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ 2 ദിവസം കൊണ്ട് ഇന്നാണിപ്പോൾ ഞാൻ വന്ന് ആ പല്ലെടുത്തതിൻ്റെ ഒരു വേദനയും ഒരു മരവിപ്പും പിന്നെ ഈ ഇതെടുത്തതിൻ്റെ ഒരു എക്സർസൈസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയായി വരാനൊക്കെ ഇത്തിരി ഒരു ഇതുണ്ടായിരുന്നു. കാര്യം ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ തുറന്നും അടച്ചും അന്ന് തൊട്ടേ എക്സർസൈസ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തുറക്കാനും അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും നന്ദി ഡോക്ടർ പറഞ്ഞിരുന്നു. ഒരു പല്ലായാലും നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല എന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ചോളുക. നമുക്കുള്ളൊരു മുടി നാരിഴയായാലും നമ്മളെപ്പോഴും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ ആപത്തിലേക്ക് പോകും. ഞാൻ അനുഭവിച്ചൊരനുഭവം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചതാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാക്കിയതാണ്. ഞാൻ 1.25 മാസം കൊണ്ട് ഞാനൊരു പല്ലിന് വേണ്ടി അനുഭവിച്ച വേദനയും ഇതൊന്നും ഒത്തിരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക, അതിന് വേണ്ടുന്ന ചികിത്സ നേടുക. എനിക്ക് ദൈവം എന്നൊരാളുള്ളത് കൊണ്ട് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റി. ഇപ്പം ഞാൻ നല്ല ഇതിലായി. ഇനി നമുക്ക് നമ്മുടെ ചാണപ്പാറത്തെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായ സുകുമാരൻ സാർ മരിച്ചിട്ട് ഇന്ന് 2 വർഷം തികയാണ്. അതിൻ്റെ ഒരു ഇത് വൈകിട്ട് 6:30 മണിക്ക് വായനശാല സന്മാർഗദായിനി വായനശാലയിൽ വെച്ച് വായനശാലയുടെ സെക്രട്ടറി ആയിരുന്നു മരിക്കുന്നത് വരെയും. 2 വർഷം ഇന്ന് തികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, വായനശാലയിലോട്ട് ഒന്ന് പോകണം. അപ്പം അത് ഞാൻ പറ്റുമെങ്കിൽ അത് ഞാൻ പിടിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പം ഇനി നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ഞാൻ വീഡിയോ എടുത്തിടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.